ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമുക്ക് ഇപ്പോൾ നല്ല മഴയൊക്കെ അല്ലേ, മഴയത്തൊക്കെ നല്ലൊരു കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ക്രിസ്പിയാണ്, നമുക്ക് നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് വേണ്ടി 2 ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് പുഴുങ്ങി അതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം കേട്ടോ. ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. നല്ലൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ, കട്ടകളൊന്നും ഇല്ലാതെ നല്ലൊന്ന് ഉടച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. ഉണക്കൽ മുളക് ചതച്ചെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലൊന്ന് ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കുറേശ്ശെയായി ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആ ഉരുളക്കിഴങ്ങിൻ്റെ നനവിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. ഈ 2 ഉരുളക്കിഴങ്ങിലേക്ക് എനിക്ക് 1 കപ്പ് അരിപ്പൊടി തന്നെ വേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് അതിൻ്റെ മേലെ ഒന്ന് പരത്തി വെക്കുക. അതിലിതുപോലെ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് എണ്ണ ഞാൻ ഈ പലകം തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം കേട്ടോ പരത്തി കൊടുക്കാൻ. നല്ല കനം കുറച്ചൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 ഇഞ്ച് കനത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ടിത് ഇതുപോലെ ഞാനൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് അതുപോലെ കണ്ടില്ലേ, ഇതുപോലെ മുറിച്ചെടുക്കുക കേട്ടോ. നീളത്തിലിങ്ങനെ ഇതേപോലെ മുറിച്ചെടുക്കുക. അതുപോലെ ഇത് ഫുള്ളായിട്ടും ഇതുപോലെ തന്നെ മുറിച്ചെടുക്കണം കേട്ടോ.
ഇത് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് സ്നാക്ക് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ്. ഇതുണ്ടാക്കാൻ അത്ര പണിയൊന്നുമില്ല. ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഈ സ്നാക്ക് റെഡിയാക്കിയിട്ടുള്ളത്. നല്ല ഹെൽത്തിയായ ഒരു സ്നാക്ക് കൂടിയാണ് കേട്ടോ ഇത്. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമ്മൾ മിക്സർ, ചിപ്സ് ഇതൊക്കെ ഒന്ന് കൊടുക്കാതെ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. ഇതുപോലെ തന്നെ മുറിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും കാണിച്ചു തരുന്നത്. കണ്ടല്ലോ, ഇതുപോലെ മുഴുവനായും ഇതുപോലെ തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനും ഇതുപോലെ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഇതാ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓയിൽ മതി കേട്ടോ, കൂടുതൽ എണ്ണയൊന്നും ഇതിന് ആവശ്യമില്ല. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓരോന്നിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ കൊടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും നമുക്ക്. ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ ടേസ്റ്റ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരു ഭാഗം ഒഴിഞ്ഞ് വന്ന മറ്റേ ഭാഗം അതുപോലെ മറിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, ഈ സമയത്ത് നമുക്കിതൊന്ന് എണ്ണയൊന്ന് മാറ്റണം കേട്ടോ. ഒരു കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. അത് നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്കിതൊന്ന് മാറ്റണം. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനായി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഈ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.